വിഷു റംസാൻ കാലത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ താലൂക്കുകൾ തോറും സപ്ലൈകോ നടപ്പിലാക്കുന്ന ഉത്സവ ചന്തകളിൽ അവശ്യ സാധനങ്ങളില്ല. 13 സബ്സിഡി ഇനങ്ങളിൽ 3-4 ഇനങ്ങൾ മാത്രമാണ് പല സപ്ലൈകോയിലും നിലവിൽ സ്റ്റോക്കുള്ളത്. അവശ്യ സാധനങ്ങൾ കിട്ടാതെയായതോടെ ജനങ്ങളും പ്രതിസന്ധിയിലാണ്. മാർച്ച് 28 മുതൽ ഏപ്രിൽ 13 വരെയാണ് സർക്കാർ പ്രഖ്യാപിച്ച ഉത്സവ ചന്ത. എന്നാൽ ഇതുവരെ മിക്ക സപ്ലൈകോകളിലും സാധനങ്ങൾ എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോവൂർ സപ്ലൈകോയിലാണ് കോഴിക്കോട്ടെ ഉത്സവ ചന്ത. ഇവിടെ ആകെ സ്റ്റോക്കുള്ളത് ചെറുപയർ, കടല, ഉഴുന്നുപരിപ്പ്, വെളിച്ചെണ്ണ തുടങ്ങിയ 4 സബ്സിഡി ഇനങ്ങളാണ്. ഉത്സവ ചന്ത ആയതുകൊണ്ട് തന്നെ സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെത്തിയവരെല്ലാം നിരാശയോടെയാണ് മടങ്ങുന്നത്. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഒന്നും സ്റ്റോക്കില്ലെന്നും സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾക്ക് വലിയ വിലയാണെന്നും ജനങ്ങൾ പറയുന്നു. വിഷുവിൻ്റെ റംസാൻ ഏറ്റവും കൂടിയാണല്ലോ, അപ്പോൾ സാധനം ഉണ്ടായി വെച്ചാൽ ഒന്നാണ്. അപ്പോൾ സാധനമൊന്നുമില്ല. ചെറുപയർ, കടല, അങ്ങനെ വെളിച്ചെണ്ണ എന്തോ സാധനമൊന്നുമില്ല. വിലക്കയറ്റം കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ തന്നെ സബ്സിഡി എല്ലാ സാധനത്തിന് വില എത്ര കൂടുതലാണ്. ഇവിടെയും സബ്സിഡി ഇല്ലാത്ത സാധനമുണ്ട്. അത് അതേ PDLത്തെ അതേ വില തന്നെയാണ് ഇവിടെ. അപ്പോൾ സബ്സിഡി ഉണ്ടാകുമ്പോൾ അരി സാധനം കിട്ടുമ്പോൾ ഓരോ കിലോ കിട്ടിയേനെ അതൊക്കെ ഇങ്ങനെ ഒത്തുപിടിച്ച് പോവുകയും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് വളരെ വിഷമത്തിലാണ്. സപ്ലൈകോയ്ക്ക് മുമ്പിൽ ഫെയറിന്റെ വലിയ ഫ്ലെക്സ് ബാനർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സാധനങ്ങളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. സ്റ്റോക്ക് ഇന്ന് വരും നാളെ വരുമെന്ന സ്ഥിരം വിശദീകരണം മാത്രമാണ് സപ്ലൈകോ ജീവനക്കാർക്കും പറയാനുള്ളത്. വിഷുവും റംസാനും ഇങ്ങ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇനി എന്ന് ചന്ത തുടങ്ങുമെന്നാണ് ജനങ്ങളുടെ ചോദ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്.